നമുക്ക് പ്രകാശത്തിൻ്റെ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുമോ? നമുക്ക് പരിശോധിക്കാം. സൺ ഫോർമുലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രകാശം സെക്കൻഡിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ആപേക്ഷിക സിദ്ധാന്തം പറയുന്നത് മാസ്സുള്ള ഒരു വസ്തുവിനും പ്രകാശ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കില്ല എന്നാണ്. പ്രകാശത്തിൻ്റെ കണികയായ ഫോട്ടോണിന് മാസ്സില്ല. അതിനാലാണ് പ്രകാശത്തിന് ഇത്രയും ഭീമമായ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നത്. അതായത് മാസ്സുള്ള ഒരു വസ്തു നിശ്ചലമായിരിക്കുന്ന സമയത്തുള്ള മാസ്സായിരിക്കില്ല അത് സഞ്ചരിക്കുമ്പോഴുള്ളത്. സഞ്ചരിക്കുന്ന സ്പീഡിനനുസരിച്ച് അതിൻ്റെ മാസ്സും വർദ്ധിക്കുന്നു. അതായത് ഒരു വസ്തുവിൻ്റെ മാസ് അത് സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ഗതികോർജം വസ്തുവിൻ്റെ മാസ്സായി പരിണമിക്കുന്നു. മാസ് വർദ്ധിക്കുമ്പോൾ അതിന് സഞ്ചരിക്കുവാൻ കൂടുതൽ ഊർജം ആവശ്യമായി വരും. അങ്ങനെ പ്രകാശത്തിൻ്റെ വേഗതയോടടുക്കുമ്പോൾ ആ വസ്തുവിൻ്റെ മാസ് അനന്തമായി തീരും. ഈ വസ്തുവിന് വീണ്ടും സഞ്ചരിക്കുവാൻ അനന്തമായ ഊർജം ആവശ്യമായി വരും. അതുകൊണ്ടാണ് മാസ്സുള്ള ഒരു വസ്തുവിനും പ്രകാശ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത്.